മലബാറിൽ സിയാറത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട 10 മഖാമുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. വീഡിയോ ഫുള്ളായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പും ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ പറയുന്ന 10 മഖാമുകൾ കൂടാതെ വേറെയും പ്രധാനപ്പെട്ട മഖാമുകൾ മലബാറിലുണ്ട്. 10-ാമത്തേത് വരക്കൽ മഖാം. സമസ്തയുടെ സ്ഥാപക നേതാവ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെയും മക്ബറകൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. വേറെ ഔലിയാക്കളുടെ മക്ബറകളും ഈ മഖാമിലുണ്ട്. സാധാരണയായി ഒക്ടോബർ മാസത്തിലാണ് ഇവിടുത്തെ ഉറൂസ് നടക്കാറ്. കോഴിക്കോട് പട്ടണത്തിൽ നിന്നും ബീച്ച് റോഡിൽ 8 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ഒമ്പതാമത്തേത് മഞ്ഞക്കുളം മഖാം. പാലക്കാട് പട്ടണത്തിൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്താണ് മഞ്ഞക്കുളം മഖാം സ്ഥിതി ചെയ്യുന്നത്. സയ്യിദ് ഖാജ ഹുസൈൻ തങ്ങൾ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയാണ് ഇവിടെയുള്ളത്. മക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ദീനീ പ്രബോധനത്തിന് വന്ന പണ്ഡിതനാണ് ഇദ്ദേഹം. ടിപ്പു സുൽത്താൻ്റെ കൂടെ ബ്രിട്ടീഷുകാരോട് പോരാടി ഷഹീദായ മഹാനാണ് സയ്യിദ് ഖാജ ഹുസൈൻ തങ്ങൾ. എട്ടാമത്തേത് പുത്തമ്പള്ളി ജാറം. മലപ്പുറം ജില്ലയിൽ പൊന്നാനിക്കടുത്ത് പെരുമ്പടപ്പ് ടൗണിലാണ് പുത്തമ്പള്ളി മഖാം സ്ഥിതി ചെയ്യുന്നത്. പ്രമുഖ പണ്ഡിതനും സൂഫിയുമായ കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ മക്ബറയാണ് ഇവിടെയുള്ളത്. പൊന്നാനിയിൽ നിന്നും 15 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. എല്ലാ വർഷവും ഇവിടെ വിപുലമായ രീതിയിൽ ഉറൂസ് നടക്കാറുണ്ട്. ഏഴാമത്തേത് വെളിയങ്കോട് മഖാം. മലപ്പുറം ജില്ലയിൽ പൊന്നാനിക്കടുത്ത് വെളിയങ്കോടിലാണ് വെളിയങ്കോട് ഉമർ ഖാളി മഖാം സ്ഥിതി ചെയ്യുന്നത്. പ്രമുഖ പണ്ഡിതനും സ്വാതന്ത്ര്യസമര സേനാനിയും കവിയുമായിരുന്ന വെളിയങ്കോട് ഉമർ ഖാളി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയാണ് ഇവിടെ ഉള്ളത്. പൊന്നാനിയിൽ നിന്നും 6 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ദേശീയപാത 66 ചേർന്നാണ് വെളിയങ്കോട് മഖാം സ്ഥിതി ചെയ്യുന്നത്. ആറാമത്തേത് അമ്പംകുന്ന് മഖാം. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് കാഞ്ഞിരം ടൗണിനടുത്താണ് അമ്പംകുന്ന് മഖാം സ്ഥിതി ചെയ്യുന്നത്.
അജ്മീർ ഫക്കീർ അമ്പംകുന്ന് ബീരാൻ ഔലിയ ഉപ്പാപ്പയുടെ മക്ബറയാണ് ഇവിടെ ഉള്ളത്. എല്ലാ വർഷവും വിപുലമായ രീതിയിൽ ഇവിടെ ഉറൂസ് നടക്കാറുണ്ട്. മണ്ണാർക്കാട് പട്ടണത്തിൽ നിന്നും 10 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. അഞ്ചാമത്തേത് പാറപ്പള്ളി മക്കാം. കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിക്കടുത്ത് കൊല്ലം ടൗണിൽ നിന്നും 1 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. കടലിനോട് ചേർന്ന് കുന്നിൻ മുകളിലായിട്ടാണ് പാറപ്പള്ളി മക്കാം സ്ഥിതി ചെയ്യുന്നത്. ബദറിൽ പങ്കെടുത്ത സ്വഹാബിയായ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയും വേറെ ഔലിയാക്കളുടെ മക്ബറകളും ഈ മക്കാമിലുണ്ട്. ആദം നബിയുടെ കാൽപാദം പതിഞ്ഞ പാറ പാറപ്പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാറപ്പള്ളി ബീച്ചും പാറക്കെട്ടുകളും ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. നാലാമത്തേത് മാലിക് ദീനാർ മക്കാം. കാസർഗോഡ് പട്ടണത്തിനടുത്ത് തളങ്കരയിലാണ് മാലിക് ദീനാർ പള്ളിയും മക്കാമും സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പള്ളികളിലൊന്നാണ് മാലിക് ദീനാർ മസ്ജിദ്. അറേബ്യയിൽ നിന്നും ദീനീ പ്രബോധനത്തിന് കേരളത്തിലേക്ക് വന്ന മാലിക് ദീനാറും സംഘവുമാണ് ഈ പള്ളി നിർമ്മിച്ചത്. കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് മാലിക് ദീനാർ മസ്ജിദ്. എല്ലാ വർഷവും വിപുലമായ രീതിയിൽ ഇവിടെ ഉറൂസ് നടക്കാറുണ്ട്. മൂന്നാമത്തേത് പൊന്നാനി മക്കാം. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആത്മീയ കേന്ദ്രമാണ് പൊന്നാനി. മലബാറിലെ മക്ക എന്ന പേരിലും പൊന്നാനി അറിയപ്പെടുന്നു. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയാണ് ഇവിടെയുള്ളത്. മഖ്ദൂം ഒന്നാമൻ എന്ന പേരിലാണ് മഹാൻ അറിയപ്പെടുന്നത്. പൊന്നാനി വലിയ ജുമാ മസ്ജിദ് നിർമ്മിച്ചത് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ്. കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പള്ളികളിലൊന്നാണ് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി.
രണ്ടാമത്തേത് മടവൂർ CM മക്കാം. കോഴിക്കോട് ജില്ലയിലെ മടവൂരിലാണ് മടവൂർ CM മക്കാം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് പട്ടണത്തിൽ നിന്നും 20 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. കുത്തുബുൽ ആലം ഷെയ്ഖുന CM വലിയുല്ലാഹിയുടെ മക്ബറയാണ് ഇവിടെയുള്ളത്. സാധാരണയായി എല്ലാ വർഷവും ഷവ്വാൽ മാസത്തിലാണ് ഇവിടുത്തെ ഉറൂസ് നടക്കാറ്. എല്ലാ വ്യാഴാഴ്ചകളിലും മഗ്‌രിബിന് ശേഷം സ്വലാത്ത് മജ്‌ലിസും ഇവിടെ നടക്കാറുണ്ട്. CM വലിയുല്ലാഹിയുടെ മക്ബറ കൂടാതെ അവരുടെ ഉപ്പയുടെയും ഉമ്മയുടെയും സഹോദരൻ്റെയും മക്ബറയും ഈ മക്കാമിലുണ്ട്. 1991 CM വലിയുല്ലാഹി മരണപ്പെടുന്നത്. ഒന്നാമത്തേത് മമ്പുറം മക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട സിയാറത്ത് കേന്ദ്രമാണ് മമ്പുറം മക്കാം. ചെമ്മാട് ടൗണിനടുത്ത് കടലുണ്ടിപ്പുഴയുടെ തീരത്താണ് മമ്പുറം മക്കാം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് നിന്നും 32 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സിയാറത്ത് ചെയ്യാൻ വരുന്ന മക്കാമാണ് മമ്പുറം മക്കാം. എല്ലാ വർഷവും മുഹറം മാസത്തിലാണ് ഇവിടുത്തെ ഉറൂസ് നടക്കാറ്. സയ്യിദ് അലവി തങ്ങൾ അഥവാ മമ്പുറം തങ്ങൾ എന്ന പേരിലാണ് മഹാൻ അറിയപ്പെടുന്നത്. എല്ലാ വ്യാഴാഴ്ചകളിലും ഇവിടെ സ്വലാത്ത് മജ്‌ലിസ് നടക്കാറുണ്ട്. മമ്പുറം തങ്ങളുടെ അമ്മാവനും ഭാര്യാപിതാവുമായ സയ്യിദ് ഹസൻ ജിഫ്രിയുടെ മക്ബറയും ഈ മക്കാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. യമനിലാണ് മമ്പുറം തങ്ങൾ ജനിച്ചത്. മമ്പുറം മക്കാമിന് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പരപ്പനങ്ങാടിയാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ.